വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണത്തിൽ സുൽത്താൻ ബത്തേരി MLA IC ബാലകൃഷ്ണനെ പ്രതി ചേർത്തു. ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരും പ്രതികളാണ്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, യഥാർത്ഥത്തിൽ കുറച്ച് ദിവസങ്ങളായി ഇത് അദ്ദേഹം പ്രതി ചേർക്കപ്പെടുമെന്ന സംശയം നിലനിൽക്കുകയാണ്. ഇപ്പോൾ ആ തീരുമാനം വന്നിരിക്കുന്നത്, പറയൂ. SKN ഈ ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള പ്രധാനപ്പെട്ട 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ പോലീസ് സമീപിച്ചിരുന്നു. ഒടുവിലാണ് ഇപ്പോൾ ഈ കുറ്റം ചുമത്തിക്കൊണ്ട് ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA പ്രതി ചേർത്തുകൊണ്ട് കേസെടുത്തിരിക്കുന്നത്. IC ബാലകൃഷ്ണനൊപ്പം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതോടൊപ്പം തന്നെ നേരത്തെ ഈ വിഷയത്തിൽ ഈ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന കോൺഗ്രസിന്റെ നേതാവ് ആയിരുന്ന KK ഗോപിനാഥൻ, അദ്ദേഹത്തെ പിന്നീട് പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കിയ ആളാണ്. KK ഗോപിനാഥനും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ PV ബാലചന്ദ്രനും പ്രതിപട്ടികയിലുണ്ട്. PV ബാലചന്ദ്രൻ നേരത്തെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPMന്റെ ഭാഗമായ ആളാണ്. അദ്ദേഹം മരിച്ചിരുന്നു, അദ്ദേഹവും ഈ പ്രതിപട്ടികയിലുണ്ട്. അങ്ങനെ 4 പേരെ പ്രതി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ പോലും ഇടതുമുന്നണി വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നൈറ്റ് മാർച്ച് അടക്കം സംഘടിപ്പിച്ചിരുന്നു. CPIM ഇവരെ പ്രതി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. മാത്രമല്ല യുവജന സംഘടനയായ DYFIയും സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം തന്നെ തുടർച്ച എന്ന് വേണം പറയാൻ. ആ ഒരു തരത്തിലാണ് ഇപ്പോൾ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRൽ പ്രതിയായിരിക്കുന്നു IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പരാതികൾ എത്തുന്നുണ്ട്. ഇത്തരത്തിൽ 3 പരാതികൾ ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പരാതികൾ, നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട പരാതികൾ തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും CPIM ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തിയിരുന്നു. അതിന്റെ എല്ലാം തന്നെ തുടർച്ചയായി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണവും സമാന്തരമായി നടക്കുകയാണ്. ഈ സാമ്പത്തിക സ്രോതസ്സുകളെ സംബന്ധിച്ച്, സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് അന്വേഷണം നടക്കുന്നത്. എങ്ങനെയാണ് ഈ പണം ഇടനിലക്കാരനായി നിന്ന് വാങ്ങി അത് മറ്റുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് കൊടുത്തു എന്നുള്ളതാണ് നിയമനവുമായി ബന്ധപ്പെട്ട ഈ പണം വാങ്ങി അത് മറ്റു നേതാക്കൾക്ക് കൊടുത്തു. ഇതിൽ അവസാനം പെട്ടുപോയത് NM വിജയൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഉത്തരവാദിത്വം ഇതിനകത്തുണ്ട്. സംസ്ഥാന നേതൃത്വത്തിന് പോലും പരാതി കൊടുത്തിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ല എന്നുള്ള തുടങ്ങിയ ആക്ഷേപങ്ങൾ നീളിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. എന്തായാലും അതിനൊടുവിൽ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടിയാണ് കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബത്തേരി DYSP അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ പ്രതിയായിരിക്കുന്നു ഈ IC ബാലകൃഷ്ണൻ MLA. CPM ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ഇതായിരുന്നു, MLA അടക്കമുള്ളവരെ പ്രതി ചേർക്കണം എന്നുള്ളതാണ്. നേരത്തെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് PP ദിവ്യയെ പ്രതി ചേർത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് സമാനമായ വിഷയമാണിത്. ഇതിൽ ആത്മഹത്യാക്കുറിപ്പിൽ പോലും പേരുണ്ടായിട്ട് പോലും എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇടതുമുന്നണി ഉയർത്തിയിരുന്നു. ഇന്നലെ നടന്ന നൈറ്റ് മാർച്ചിലും ആ ചോദ്യം ഉയർന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യുന്ന നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. IC ബാലകൃഷ്ണനൊപ്പം ND അപ്പച്ചന്റെ പേരുണ്ട്. അതിൽ ഭൂമി ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 10 ലക്ഷം രൂപ ഈ 10 ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടും ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും ND അപ്പച്ചന്റെ പേരുണ്ട്. ഒപ്പം തന്നെ ഇതിൽ KK ഗോപിനാഥന്റെ പേരും പ്രധാനപ്പെട്ട പേരാണ്. കാരണം നേരത്തെ ഈ സഹകരണ സംഘത്തിന്റെ ഗ്രാമവികസന ബാങ്കിന്റെ ഉൾപ്പെടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അവിടെ ഈ ബത്തേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു. അതായത് ഇത്തരം നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിശ്ചയിക്കാൻ, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിനിമയത്തിന് വേണ്ടി ഒരു നെക്സസ് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപം ഇടതുമുന്നണി ഉന്നയിച്ചിരുന്നു. അതിൽ KK ഗോപിനാഥിന്റെ പേരും കഴിഞ്ഞ ദിവസം CPMന്റെ ജില്ലാ സെക്രട്ടറി KK റഫീഖ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു. എന്തായാലും ആ ആളെ കൂടി, KK ഗോപിനാഥിനെ കൂടി പ്രതി ചേർക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരെല്ലാം തന്നെ ഇടനിലക്കാരായി നിന്ന് പണം തട്ടിയെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഗൗരവമുള്ള നടപടിയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. SKN.
സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ആത്മഹത്യാക്കുറിപ്പിൽ പേര് കണ്ട IC ബാലകൃഷ്ണനെ പോലീസ് പ്രതി ചേർത്തു എന്ന വാർത്ത വരുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതുപോലെ കാസർഗോഡ് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരും ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതികളായിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി യഥാർത്ഥത്തിൽ ഈ NM വിജയൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം IC ബാലകൃഷ്ണൻ MLA റോളിനെ കുറിച്ച് പരസ്യമായി ആരോപണങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനം അദ്ദേഹത്തിനെ MLA പ്രതി ചേർത്തു എന്ന വാർത്തയാരംഭണത് പ്രേരണ കുറ്റമാണ് ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്.